ഏത് വിശേഷ ദിവസങ്ങളിലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഫ്രഷ് ഐറ്റിൻ്റെ ഒരു പായസം മിക്സാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു പാക്ക് സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പാലല്ല കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, പാൽപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സേമിയ പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിൽ പറഞ്ഞ അളവ് പ്രകാരം നമ്മൾക്ക് എല്ലാ കൂട്ടുകളും എടുക്കാം. അപ്പോൾ പാൽപ്പൊടി നമ്മൾക്കറിയാലോ, പാൽപ്പൊടി ഒരു പാലിന് എത്രത്തോളം നമ്മൾ ഉപയോഗിക്കണം പാൽപ്പൊടി എടുക്കുക ഒരു ഗ്ലാസ്സിൽ നിന്നൊക്കെ. അപ്പോൾ നല്ലോണം ശരിക്കും നമ്മൾ ഈ ഒരു പാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും പായസം മിക്സ് എന്തായാലും എന്താ പറയുക ടേസ്റ്റി അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റുമായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഫ്രഷ് ഐറ്റിൻ്റെ പാക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പായസം മിക്സ് ഉപയോഗിക്കുമ്പോൾ ഇത് പൊങ്ങിയൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് പാക്കറ്റാണെങ്കിലും ചിലപ്പം പൊങ്ങിയൊന്നും വരില്ല, പാല് വേറെ അതുപോലെ തന്നെ സേമിയ വേറെ അട വേറെ ഒക്കെ നിൽക്കുമല്ലോ. അപ്പോൾ ഇതങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് കാണാവുന്നുള്ളൂ. പിന്നെ ഇതിൽ എഴുതിയിട്ടുള്ളതൊക്കെ ഒന്ന് വായിക്കും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പാക്കിങ്ങിൽ നല്ല പെർഫെക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, അത് അസലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പായസം കാണാം നമുക്ക്. അപ്പോൾ എന്താ പറയുക, ഇതൊരെണ്ണം ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആര് വന്നാലും പെട്ടെന്ന് പായസം ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിനാണ് ഞാൻ പാൽപ്പൊടി എടുത്തത്. ചിലപ്പോൾ പാലിൻ്റെ പാക്കറ്റൊക്കെ ഇല്ലാതിരുന്നെങ്കിൽ നമുക്ക് പാൽപ്പൊടി ഏത് സമയത്ത് നമ്മളെ കൂടെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇതാ ഉപ്പ് പാകത്തിനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് ആരെങ്കിലും ഇതുപോലെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഫ്രഷ് ഐറ്റിൻ്റെ ഇതൊരു പരസ്യമായിട്ടൊന്നുമില്ല കേട്ടോ, മക്കളതായതുകൊണ്ട് പറയുമല്ല. പിന്നെ എന്താ പറയുക, ഒന്ന് തയ്യാറാക്കി നോക്കണേ. കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇതുപോലെ കടയിൽ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അടച്ചു വെക്കുകയാണ്. അപ്പോൾ അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അണ്ടിയും മുന്തിരിയും കൂടി വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പായസം. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ വരുന്നവരെ ബായ്.